പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ അവരുടെ മനസ്സിൽ കൊണ്ടു നടന്ന, അവരേറ്റവും കൂടുതൽ ബഹുമാനിച്ച, അന്തരിച്ചപ്പോൾ അവർ ഏറ്റവും കൂടുതൽ മനോവ്യഥ അനുഭവിച്ച നേതാവ് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ. അത് മഹാനായ ഉമ്മൻചാണ്ടിയായിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ 18 മഹാനായ ഉമ്മൻചാണ്ടി നമ്മളെ വിട്ടുപോയത്. അന്ന് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഉള്ള ജനങ്ങൾ ഉമ്മൻചാണ്ടി എന്തുമാത്രം ഏതളവിൽ സ്നേഹിച്ചിരുന്നുവെന്ന് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടതാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഞാൻ തന്നെ അന്ന് ഒരുപാട് വീഡിയോകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ ഉമ്മൻചാണ്ടി മരിച്ചിട്ട് ഒരു വർഷമായിരിക്കുന്നു. ജൂലൈ 18 ആയപ്പോൾ ഒരു വർഷമായി. ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ജൂലൈ 19 18 ഉമ്മൻചാണ്ടി അന്തരിച്ചത്. അപ്പോൾ ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ 2 ചടങ്ങുകളെ കുറിച്ചിട്ട് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ ഒരു ചടങ്ങിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വിഷയം ഞാനിപ്പോൾ പറയും, ഒന്ന് ഞാൻ വേറൊരു വീഡിയോയിലാണ് പറയുക. സുഹൃത്തുക്കളെ, എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തിൽ ഒരാൾ ഉമ്മൻചാണ്ടിയെ വീണ്ടും കൊന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്തരിച്ച ഉമ്മൻചാണ്ടിയെ ഒരാൾ വീണ്ടും കൊന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഉമ്മൻചാണ്ടിയുടെ ചരമദിനത്തിൽ ഉമ്മൻചാണ്ടിയെ സംസ്കരിച്ച പുതുപ്പള്ളി പള്ളിയിൽ വലിയ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നൂറുകണക്കിന് ആളുകൾ അവിടെ ഉമ്മൻചാണ്ടി കബറടക്കിയെടുത്ത് ചെന്നു തങ്ങളുടെ അന്തിമോപചാരം അർപ്പിച്ചു പോയി. അത് നമ്മൾ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ കണ്ടു, അഭിപ്രായങ്ങളൊക്കെ കണ്ടു. അതിൽ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരനെന്ന് ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ, അയാൾ നേതാവൊന്നുമല്ല, അയാൾ നടത്തിയ ഉമ്മൻചാണ്ടിയെക്കുറിച്ചിട്ടുള്ള പ്രതികരണം കണ്ടതിനെ തുടർന്നിട്ടാണ് അന്തരിച്ച ഉമ്മൻചാണ്ടി അയാൾ വീണ്ടും കൊന്നു എന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഞാൻ തീരുമാനിച്ചത്. സുഹൃത്തുക്കളെ, ആ അഭിപ്രായം പറഞ്ഞ ആ വ്യക്തിയുടെ പേര് ബിനീഷ് കൊടിയേരി എന്നാണ്. ബിനീഷ് കൊടിയേരി, അന്തരിച്ച പാർട്ടി CPM-ൻ്റെ സമുന്നത നേതാവായിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ്റെ 2ാമത്തെ മകൻ ബിനീഷ് കൊടിയേരിയുടെ പ്രതികരണങ്ങളാണ് അന്തരിച്ച ഉമ്മൻചാണ്ടിയെ വീണ്ടും അയാൾ കൊന്നു എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇനി നമുക്ക് അയാളുടെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ഇനി അയാൾ എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് അത്രയേറെ ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ആ ബന്ധപ്പെടൽ എന്ന് പറയുന്നത് അച്ഛനും ഉമ്മൻചാണ്ടി അങ്കിളും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ വലിയൊരു അടുപ്പത്തിൻ്റെ കൂടി ബന്ധമാണ്. ജനമനസ്സുകളിൽ അടയാളപ്പെടുത്തിയ നേതാക്കളെ ഒരു വിസ്മൃതിയിലേക്ക് പോകാൻ വേണ്ടി ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ നമ്മളിവിടെ എപ്പോഴും കൊണ്ടിരിക്കുന്ന ഈ ഒരു ജനം, ആ സ്നേഹം ഒക്കെ ഉള്ളത്. വ്യക്തിപരമായിട്ട് 2 പേരുടെയും ഒരു ജീവിതം തട്ടിച്ചു നോക്കുമ്പോൾ ഇത്രയേറെ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ട 2 നേതാക്കളാണ്. എങ്കിൽ പോലും ആ വ്യക്തിപരമായ ആക്രമണം നേരിടുമ്പോൾ പോലും ആ ആക്രമിക്കുന്നവരോട് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ അവരോട് പോലും കൃത്യമായ സൗഹൃദത്തിലും ചിരിയിലൂടെയും അവരെ കൂടി ചേർത്ത് നിർത്തുവാൻ വേണ്ടി ശ്രമിച്ച 2 മനുഷ്യർ, അല്ലെങ്കിൽ 2 നേതാക്കളായിരുന്നു ഉമ്മൻചാണ്ടി അങ്കിളും കോടിയേരി ബാലകൃഷ്ണൻ. അപ്പോൾ ഒരുപാട് സമാനതകളുള്ള 2 വ്യക്തികളാണ്, 2 മനുഷ്യരാണ്, 2 നേതാക്കളാണ്. അപ്പോൾ എത്രത്തോളം അതൊരു ഇപ്പോഴുള്ള ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കപ്പെടേണ്ടുന്ന 2 ജീവിതങ്ങൾ കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രത്തോളം നമ്മൾ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടാലും അതെല്ലാം തന്നെ ആ ആക്രമിക്കപ്പെടുന്നവരോട് കൂടി സമരസപ്പെട്ടുകൊണ്ട് അവരെ കൂടി ചേർത്ത് നിർത്തി, അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുവാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉള്ള ഒരു രാഷ്ട്രീയം കാണിച്ചു തന്ന വ്യക്തികൾ കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഞങ്ങളുടെ കുടുംബം
ആ കുടുംബത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആ കുടുംബം ഞങ്ങളോടൊപ്പം തന്നെ എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞാൻ ഇന്നും ഇവിടെ വന്ന് നിൽക്കുന്നത്. ആ കുടുംബമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ ചാണ്ടിയും ഞാനുമായിട്ടുള്ള സൗഹൃദവും അത്തരത്തിൽ തന്നെയാണ് കാത്തു സൂക്ഷിച്ചു പോകുന്നത്. അച്ചു അതേപോലെ തന്നെ എൻ്റെ സീനിയറായിട്ട് പഠിക്കുകയാണ്, എൻ്റെ ബ്രദറുമായിട്ട് ഒരുമിച്ച് പഠിക്കുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഒരുമിച്ച് ചേർന്ന് നിന്ന് പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുള്ള സൗഹാർദ്ദം അത്യാവശ്യം രണ്ടുപേരായിരുന്നു. എന്നാൽ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായി പറഞ്ഞു പോവുകയും ചെയ്തിട്ടുള്ള രണ്ടുപേരാണ്. അവരുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായി അവർ പറയുകയും, എന്നാൽ ആ രാഷ്ട്രീയ നിലപാടുകൾ പറയുമ്പോഴും ഏറ്റവും നല്ല വ്യക്തിപരമായ അടുപ്പം കാത്തു സൂക്ഷിക്കാനും കൂടി പറ്റിയിട്ടുണ്ട്. അത്തരത്തിലുള്ള രാഷ്ട്രീയമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് നാം വളർത്തിയെടുക്കേണ്ടത്. ഈ പറയുന്ന പോലെ തന്നെ ഈ ജനസഞ്ചയം തന്നെയാണ് ഉമ്മൻചാണ്ടി അങ്കിളിന് ഇനിയും കാലം കഴിഞ്ഞാലും കേരളമുള്ളിടത്തോളം കാലം, മലയാളികളുള്ളിടത്തോളം കാലം ഉമ്മൻചാണ്ടി അങ്കിളിനെ ഓർക്കപ്പെടും എന്നുള്ളതാണ്. വികസന പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ പേര് വേണ്ടത്ര പരാമർശിക്കുന്നില്ല എന്നൊരു വിമർശനമാണ്. എങ്ങനെ കാണും വീടിനത്തിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് അതൊക്കെ ക്രെഡിറ്റ് കൊടുത്തില്ല? അല്ല, അതൊക്കെ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഞാനൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതല്ല ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഇമോഷൻ എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി അങ്കിളിനെ ഓർക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വൈകാരികമാണ്. ഇപ്പം എന്നെപ്പോലെ തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഉമ്മൻചാണ്ടി അങ്കിളിനെ കുറിച്ച് ഓർക്കുമ്പോൾ എത്രത്തോളം അടുത്തിടപെട്ട ആളുകൾക്ക് എത്രത്തോളം നല്ല രീതിയിലുള്ള അനുഭവങ്ങളാണ് മനസ്സിലേക്ക് ഓടി വരിക എന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസ്കരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി അങ്കിളിനെ ഒരിക്കലും ഒരു വിസ്മൃതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജനസമൂഹം, കേരള ജനത അനുവദിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സുഹൃത്തുക്കളെ, ആ അഭിപ്രായം നമ്മൾ കേട്ടല്ലോ. അതിലെന്താണ് അയാൾ പറയുന്നത്? അയാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജനമനസ്സുകളിൽ അടയാളപ്പെടുത്തിയ നേതാക്കളെ വിസ്മൃതിയിലേക്ക് പോകാൻ ജനങ്ങൾ അനുവദിക്കില്ല. അതിൽ തെറ്റൊന്നുമില്ല. ഉമ്മൻചാണ്ടിയായി നോക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എത്രത്തോളം ജനമനസ്സുകളിൽ അടയാളപ്പെടുത്തിയ നേതാവായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് തർക്കവിതർക്കങ്ങളൊക്കെ വരാമെങ്കിൽ പോലും കുറേ CPM-കാരുടെയെങ്കിലും മനസ്സിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്നുള്ളതുകൊണ്ട് ജനമനസ്സുകളിൽ അടയാളപ്പെടുത്തപ്പെട്ടവരാണ് അവർ രണ്ടുപേരും എന്ന് പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ശതമാനത്തിൽ വലിയ അന്തരമുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സമാനതകളുള്ളവരായിരുന്നു ഈ നേതാക്കന്മാരെന്ന് പറയുന്നതൊന്നും അതിനോടും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ഉമ്മൻചാണ്ടിയെയും കോടിയേരി ബാലകൃഷ്ണൻ നമുക്ക് അത്തരത്തിൽ സമാനതകളുള്ളവരായി എങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയും എന്നും എനിക്ക് അറിയില്ല. ഉമ്മൻചാണ്ടിയും കോടിയേരി ബാലകൃഷ്ണൻ തമ്മിലെ സമാനതകൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല ഞാൻ പോകാൻ പോകുന്നത്. ഇയാൾ നടത്തിയ മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് അയാൾ ഒരല്പം വിശദീകരിക്കുകയും ചെയ്തു. എനിക്ക് അതിനെക്കുറിച്ചിട്ടാണ് എനിക്ക് കൂടുതലായി ഈ വീഡിയോയിൽ പറയണം എന്ന ആഗ്രഹമുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ, വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടപ്പോഴും അക്രമികളെ ചേർത്തു നിർത്തിയ നേതാക്കളായിരുന്നു ഉമ്മൻചാണ്ടിയും കോടിയേരി ബാലകൃഷ്ണനും എന്നുള്ളതാണ്. വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടപ്പോഴും അക്രമികളെ ചേർത്ത് നിർത്തിയ രണ്ടു നേതാക്കന്മാർ. ഇതാണ് ബിനീഷ് കോടിയേരി എന്ന് പറഞ്ഞ അയാളുടെ വാദം. അങ്ങനെയാണ് അയാൾ വേറൊരു തരത്തിൽ കോടിയേരി ബാലകൃഷ്ണനും ഉമ്മൻചാണ്ടിയും കൂടി താരതമ്യം ചെയ്യുന്നത്. അതിനകത്ത് ഒരു ചെറിയ അമ്പ് പിണറായിക്കെതിരെ ഉണ്ട് എന്നുള്ള വസ്തുത ഞാൻ തള്ളിക്കളയുന്നില്ല. കാരണം ആക്രമിച്ചവരെ ചേർത്ത് നിർത്തി എന്ന് പറയുമ്പോൾ ആക്രമിച്ചത് പിണറായി വിജയനാണെന്നുള്ളത് അതിനകത്ത് ഇംപ്ലൈഡ് ആണല്ലോ. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആക്രമിച്ചപ്പോഴും ചേർത്ത് നിർത്തി എന്നൊക്കെ പറയുന്നത് ശരിയാണ്, അതിനകത്ത് തർക്കമില്ല. അതിനകത്ത് ചെറിയൊരു അമ്പ്, ഒരു മുന പിണറായിക്കെതിരെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ കാണാതിരിക്കുന്നില്ല. പക്ഷെ വ്യക്തിപരമായി ആക്രമിച്ചപ്പോഴും അക്രമികളെ ചേർത്ത് നിർത്തിയ നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് ബിനീഷ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നിടത്താണ് എനിക്ക് അയാളോട് അഭിപ്രായ വ്യത്യാസമുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുമായി അയാൾ താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നതിലാണ് എനിക്ക് പ്രശ്നം. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താ, അക്രമികളെ വ്യക്തിപരമായി ആക്രമിക്കപ്പെടുമ്പോഴും അക്രമികളെ ചേർത്ത് നിർത്തി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സോളാർ അഴിമതിയുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അതിഭീകരമായി വിവിധ കോണുകളിൽ നിന്ന് ആക്രമണങ്ങൾ നേരിടുമ്പോഴും ആ ആക്രമിക്കുന്നവരോട് പരസ്യമായി സഹാനുഭൂതിയോടെ പെരുമാറിയിട്ടുള്ള ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല.
അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം ഞാൻ ഒരുപാട് തവണ അത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളതിനിടയ്ക്ക് മറക്കാതിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുന്നതിൽ മുൻനിരയിൽ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. അത് നമ്മൾ മറക്കരുത്. ഉമ്മൻചാണ്ടിയെ പ്രതിരോധത്തിലാക്കി നിർത്തുന്നതിൽ മറ്റ് നേതാക്കന്മാരെ പോലെ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുന്ന സമയങ്ങളിലൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, എന്തായാലും കോടിയേരി ബാലകൃഷ്ണൻ പ്രധാനപ്പെട്ട നേതാവായിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തി മുന്നിൽ നിന്ന ആളാണ്. ഞാൻ പറഞ്ഞ എൻ്റെ പ്രധാന വിഷയം അവിടെയല്ല, ഞാൻ അതിലേക്കല്ല വരാം. വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടപ്പോഴും അക്രമികളെ ചേർത്ത് നിർത്തി എന്ന് പറയുന്നത് ആരാ? കോടിയേരി ബാലകൃഷ്ണനെക്കുറിച്ച് പറയുന്നത് ആരാ? ഇത് ചാണ്ടി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടപ്പോഴും അക്രമികളെ ചേർത്ത് നിർത്തിയ ആളാണ് തൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കെട്ടി എൻ്റെ അച്ഛനെ പോലെ ആണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നതിനകത്തുള്ളൊരു ദുരുപദിഷ്ഠിതയുണ്ടല്ലോ, ഒരു കൊനഷ്ട്, അത് നമ്മൾ കാണാതെ പോകരുത്. വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടപ്പോഴും അക്രമികളെ ചേർത്ത് നിർത്തി ഉമ്മൻചാണ്ടി, അത് ആരും സംശയമില്ല. പക്ഷെ അങ്ങനെ ചെയ്ത ഉമ്മൻചാണ്ടിയെ കോടിയേരി ബാലകൃഷ്ണനുമായി താരതമ്യം ചെയ്ത് കോടിയേരി ബാലകൃഷ്ണൻ മകൻ ബിനീഷ് കോടിയേരി പറയുമ്പോഴാണ് നമ്മുടെ പ്രശ്നം. വ്യക്തിപരമായിട്ടാണോ കോടിയേരി ബാലകൃഷ്ണൻ ആക്രമിക്കപ്പെട്ടത്? ആണോ? വ്യക്തിപരമായി എപ്പോഴാണ് കോടിയേരി ബാലകൃഷ്ണൻ ആക്രമിക്കപ്പെട്ടത്? കോടിയേരി ബാലകൃഷ്ണൻ അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യാവസാനം ആക്രമിക്കപ്പെട്ടത് ഈ പറയുന്ന ഈ മകനും, ഈ ബിനീഷ് കോടിയേരി എന്ന് പറഞ്ഞ മകനും അയാളുടെ ചേട്ടൻ ബിനോയ് കോടിയേരി എന്ന് പറഞ്ഞവന്മാർ നടത്തിയിട്ടുള്ള വൃത്തികേടുകളുടെ അടിസ്ഥാനത്തിലല്ലേ കോടിയേരി ബാലകൃഷ്ണൻ ആദ്യാവസാനം വിമർശിക്കപ്പെട്ടത്? എത്രയെത്ര നാറുന്ന കഥകൾ ബിനോയ് കോടിയേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എത്രയെത്ര നാറുന്ന കഥകൾ. ബിനീഷ് കോടിയേരി എന്ന് പറഞ്ഞ ഇവനുണ്ടല്ലോ, ഇപ്പോൾ വന്ന് വലിയ മാന്യനായി നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയെയും കോടിയേരി ബാലകൃഷ്ണനെയൊക്കെ ന്യായീകരിക്കുന്ന ഇയാൾ ഒരു വർഷം കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരപ്പനഹാര അഗ്രഹാര ജയിലിൽ കിടന്ന മാന്യനല്ലേ ഇയാൾ? അയാൾ ഇപ്പോഴും ജാമ്യത്തിലല്ലേ? ED കേസിൽ ഇപ്പോഴും അയാൾ ജാമ്യത്തിലല്ലേ? എത്രയെത്ര വൃത്തികെട്ട നാറുന്ന കഥകളുടെ മുഖ്യ കഥാപാത്രമാണ് ഇയാൾ. അയാളുടെ പേരിലല്ലേ കോടിയേരി ബാലകൃഷ്ണൻ ആക്രമിക്കപ്പെട്ടത്? അല്ല, വ്യക്തിപരമായിട്ടാണോ ആക്രമിക്കപ്പെട്ടത്? വ്യക്തിപരമായിട്ട് എപ്പോഴെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ ആക്രമിക്കപ്പെട്ടു? ഒരിക്കലുമില്ല. ഈ മകൻ്റെയും ഇയാളുടെ ചേട്ടൻ്റെയും വൃത്തികേടുകളുടെ പേരിൽ അഴിമതി ആരോപണങ്ങൾ നേരിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്ന ആളല്ലേ കോടിയേരി ബാലകൃഷ്ണൻ? അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എതിർക്കപ്പെട്ടത് മുഴുവൻ ഈ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ? ഇനി കോടിയേരി ബാലകൃഷ്ണനും അങ്ങനെ കൽപ്പബിളല്ല നമുക്ക് പറയാൻ പറ്റുമോ? ഇത്രയും വൃത്തികേടുകൾ ചെയ്ത ഈ മക്കളെ എപ്പോഴെങ്കിലും തള്ളിപ്പറയാൻ കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറായിട്ടുണ്ടോ? ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഈ മക്കൾക്കെതിരെ അഴിമതി ആരോപണങ്ങളും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരുമ്പോഴെല്ലാം അവരെ ന്യായീകരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അപ്പം കോടിയേരി ബാലകൃഷ്ണൻ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമല്ലെന്ന് മാത്രമല്ല, അത് സ്വയം കൃതാനാർത്ഥം കൂടിയായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. എത്രയെത്ര ആരോപണങ്ങൾ കോടിയേരി ബാലകൃഷ്ണനെതിരെയും കേട്ടു. അപ്പോൾ അതൊന്നും വ്യക്തിപരമായിരുന്നില്ല. വ്യക്തിപരമായ ആരോപണം ഉന്നയിച്ചവരെ അയാൾ ചേർത്ത് നിർത്തിയതിനെക്കുറിച്ചിട്ടും എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ മകൻ എന്താ ചെയ്തത്? ഈ കേസിലെ പ്രതി, ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഒരു വർഷം ജയിലിൽ കിടന്ന് ഇപ്പോഴും ജാമ്യത്തിൽ നിൽക്കുന്ന ഈ പ്രതി, അയാൾ ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ കേസിലെ പ്രതി, ഈ ഒട്ടേറെ കേസുകളിലെ പ്രതി, അയാളുടെ അച്ഛനെയും കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ബഹുമാനിക്കുന്ന ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തിൽ
അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിന് മുന്നിൽ നിന്ന് അദ്ദേഹത്തെ അവഹേളിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ പരിഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയുമാണ് ഈ ബിനീഷ് കോടിയേരി എന്ന് പറഞ്ഞ ഈ കേസിലെ പ്രതി ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് അന്തരിച്ച മുഖ്യമന്ത്രിയെ, അന്തരിച്ച ഉമ്മൻചാണ്ടിയെ, ആ മഹാമനുഷ്യൻ അന്തരിച്ച 1 വർഷങ്ങൾക്ക് ശേഷം ആ 1 വർഷം തികഞ്ഞ ദിവസം അദ്ദേഹത്തെ ഈ ബിനീഷ് കോടിയേരി വീണ്ടും കൊന്നു എന്ന് പറയാൻ ഞാൻ നിർബന്ധിതനാകുന്നു.